പ്രിയ പ്രാവ് സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഡോക്ടർ ജോൺസ് പോൾ, തൃശ്ശൂർ. യുണൈറ്റഡ് പീജൻ ക്ലബിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും നിലവിൽ വൈസ് പ്രസിഡൻറ്റുമാണ്. ഞാൻ ഈ പ്രഭാഷണം തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനം തന്നെ വളരെ പ്രശസ്തനായ ഒരാളുടെ മരണം പ്രാവുകളിൽ നിന്നുള്ള ഒരു തരം അണുബാധ കൊണ്ടാണ് എന്നുള്ള ഊഹാപോഹം ഉണ്ടായതിനെ തുടർന്നാണെന്നതും പ്രാവുകളെ സ്നേഹിക്കുന്നവർക്ക് അറിവിൻ്റെ ഒരു അംശം ഇതുകൊണ്ടുണ്ടായാൽ നന്നായിരിക്കും എന്നുള്ള ഒരു നല്ല മനസ്സോടെയുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പൊതുവെ പറയുകയാണെങ്കിൽ പ്രാവുകളിൽ നിന്ന് ആരോഗ്യമുള്ള ഒരാളിലേക്ക് രോഗങ്ങൾ പകരുന്നത് വളരെ വളരെ വിരളമാണ് എന്നതാണ് വസ്തുത. അങ്ങനെ രോഗങ്ങൾ വരികയാണെങ്കിൽ തന്നെ മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ അവസ്ഥ ഉണ്ടെങ്കിലാണ് മനുഷ്യരെ രോഗം ബാധിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ ആരോഗ്യമുള്ള ശരീരങ്ങളിൽ പ്രാവിൽ നിന്ന് വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ ശക്തി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രാവുകളായി ബന്ധപ്പെട്ട 2-3 അസുഖങ്ങളാണ് മനുഷ്യർക്ക് വരാൻ സാധ്യതയുള്ളത്. അവ 2 വിധത്തിൽ വരാം. 1 ബാക്ടീരിയ മുഖാന്തരം വരാം, 2 ഫംഗസ് മുഖാന്തരം വരാം. ബാക്ടീരിയ മുഖാന്തരം വരുന്ന അസുഖത്തിൻ്റെ പേരാണ് സിറ്റാക്കോസിസ്. ഫംഗസ് മുഖാന്തരം വരുന്ന 2 രോഗങ്ങളാണ് ഹിസ്റ്റോപ്ലാസ്മോസിസും ക്രിപ്റ്റോകോക്സോസിസും. ഹിസ്റ്റോപ്ലാസ്മോസിസും ക്രിപ്റ്റോകോക്സോസിസും ഒരുവിധം ഒരുപോലെയാണ് മനുഷ്യരിലെ പ്രവർത്തനം. ഇതിനെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിരിക്കുന്നത് ലീത്തൽ ഇൻ്റർസെല്ലുലാർ ബാക്ടീരിയൽ സ്പീഷീസ് എന്നാണ്. അതായത് വളരെ മാരകം ഏറിയത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രാവിനേക്കാൾ കൂടുതൽ തത്തകളിൽ നിന്നാണ് ഈ അസുഖം മനുഷ്യനെ ബാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ പാരറ്റ് ഫീവർ എന്നും ഇതിന് പറയാറുണ്ട്. ഇതിന് പറയുന്ന വേറൊരു പേര് എൻഡമിക് ഏവിയൻ ക്ലമീഡിയോസിസ് എന്നും പറയാറുണ്ട്. പ്രാവുകളിലുള്ള പെട്ടെന്നുള്ള വ്യാപനം കൊണ്ടാണ് എൻഡമിക് എന്ന് പറയുന്നത്. മനുഷ്യരിലേക്ക് രോഗം ഏതു വഴിയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രോഗം ബാധിച്ച പ്രാവുകൾ കൂട്ടിലുണ്ടെങ്കിൽ ആ കൂട്ടിൽ നിന്നുള്ള ഉണങ്ങിയ കാഷ്ടത്തിൽ നിന്ന് വൃത്തിയാക്കുമ്പോഴോ മറ്റോ ഉയരുന്ന പൊടിപടലങ്ങളിലൂടെ ഈ ബാക്ടീരിയയെ മനുഷ്യർ ശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു രീതി. എന്നാൽ മറ്റൊരു രീതി പ്രാവിൻ്റെ വായിൽ കൂടെയും മൂക്കിൽ കൂടെയും വരുന്ന സ്രവങ്ങൾ മനുഷ്യരുടെ വായിൽ കൂടി ഉള്ളിലേക്ക് കടന്നാലും ഈ രോഗം വരാം. പലപ്പോഴും നമ്മൾ പ്രാവുകളെ മുഖത്തോട് ചേർത്ത് വെച്ച് താലോലിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, രോഗമുള്ള പ്രാവുകളാണോ ഇവ എന്ന്. മറ്റു ചിലപ്പോൾ പന്തയ പ്രാവുകൾക്ക് മനുഷ്യർ അവരുടെ വായ് കൊണ്ട് തീറ്റ കൊടുക്കുന്ന സമ്പ്രദായം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോഴും നമ്മൾ ഈ പ്രാവുകൾക്ക് രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സിറ്റാക്കോസിസ് കൊണ്ട് മനുഷ്യരിൽ വരുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഒരു ലക്ഷണവും കാണുന്നില്ല എന്ന അവസ്ഥയിൽ നിന്ന് ശക്തിയേറിയ ദേഹമാസകലം വ്യാപിക്കുന്ന അവസ്ഥ ന്യൂമോണിയ എന്ന അസുഖത്തോട് ചേർന്ന് കാണപ്പെടാം. ന്യൂമോണിയ ലങ്സിൻ്റെ മുകൾ ഭാഗത്തിനെയാണ് കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് വികസിക്കാനും ചുരുങ്ങാനും കഴിവുള്ള റബ്ബർ പോലെയോ സ്പോഞ്ച് പോലെയോ ഉള്ള അവയവമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനമാണ് ഈ ലക്ഷണങ്ങളുടെ അടിസ്ഥാനം. പെട്ടെന്നുള്ള പനിയും തുടർന്നുള്ള വിറയലും, തലവേദന, പേശീനൊമ്പരം അഥവാ മയാൾജിയ, കഫം ഇല്ലാത്ത ചുമ അഥവാ ഡ്രൈ കഫ് ഇവയാണ് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ന്യൂമോണിയ ചെസ്റ്റ് എക്സ്റേയിൽ നിന്ന് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പനിയില്ലെങ്കിലും പൾസ് റേറ്റ് കൂടിയിരിക്കുന്ന അവസ്ഥ വേറെ ഒരു ലക്ഷണമാണ്. സ്പ്ലീനോമെഗാലി അഥവാ പ്ലീഹ എന്ന ഗ്രന്ഥി വലുതായിരിക്കുന്ന അവസ്ഥ വേറെ ഒരു ലക്ഷണമാണ്. ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അണുബാധ ഉണ്ടായതിന് ശേഷം 5 ദിവസം മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. രോഗം അല്പം ഗൗരവമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് എങ്കിൽ
അതായത് ന്യൂമോണിയ കൂടുതലായ അവസ്ഥയാണെങ്കിൽ ഇതിന് ഇൻറ്റൻസീവ് കെയർ ആവശ്യമുണ്ട്. അപ്പോഴാണ് കിതപ്പ് അഥവാ റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. കരൾ വീക്കം അഥവാ ഹെപ്പറ്റൈറ്റിസ്, സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ്, സെപ്സിസ് അഥവാ രക്തത്തിലെ അണുബാധ, ഇവയെല്ലാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എങ്ങനെയാണ് ഈ അസുഖം ഇത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കഫം അഥവാ ലങ്സിൽ നിന്നുള്ള സ്രവം കൾച്ചർ ചെയ്താൽ മനസ്സിലാക്കാം. ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. ന്യൂക്ലിക് ആസിഡ് ആപ്ലിക്കേഷൻ ടെക്നോളജി ഇതിലൂടെ മനസ്സിലാക്കാം. മെറ്റാഗ്നോമിക് സീക്വൻസിങ് എന്ന ഒരു ടെസ്റ്റിലൂടെയും ഇത് മനസ്സിലാക്കാം. ചികിത്സിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാക്രോലിഡ് കൊണ്ടും ടെട്രാസൈക്ലിൻ കൊണ്ടും ഇതിനെ ചികിത്സിക്കാം. മാക്രോലിഡ് എന്ന് പറയുന്നതാണ് എറിത്രോമൈസിൻ, റോക്സിത്രോമൈസിൻ, അസിത്രോമൈസിൻ, ക്ലാറിത്രോമൈസിൻ എന്നിവ. എന്നാൽ ടെട്രാസൈക്ലിൻ ഗ്രൂപ്പിൽ തന്നെ ഡോക്സിസൈക്ലിൻ ആണ് ഏറ്റവും ഉത്തമം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ടെട്രാസൈക്ലിൻ മരുന്നുകൾ ഉപയോഗിക്കാറില്ല. കാരണം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയെ ബാധിക്കുന്നത് കൊണ്ടാണ് കുട്ടികളിൽ ഈ മരുന്ന് ഉപയോഗിക്കാത്തത്. സിറ്റാക്കോസിസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തതായി ഹിസ്റ്റോപ്ലാസ്മോസിസ് എന്താണെന്ന് നോക്കാം. ഈ രോഗം ഫംഗസ് മൂലമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. ഫംഗസ് കൊണ്ടുണ്ടാകുന്ന ഹിസ്റ്റോപ്ലാസ്മോസിസ് മനുഷ്യരിൽ വരുത്തുന്ന രോഗലക്ഷണങ്ങളെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ ഫംഗസ് പ്രാവിൻ്റെ കാഷ്ടത്തിൽ മാത്രമല്ല മണ്ണിലും വവ്വാലിൻ്റെ കാഷ്ടത്തിലും കാണാറുണ്ട്. ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ മനുഷ്യരിലേക്ക് ഈ അണുബാധയുണ്ടാകുന്നത് വായുവിലൂടെ തന്നെയാണ്. രോഗാവസ്ഥയ്ക്ക് കാരണമായ ഫംഗസ് അതിൻ്റെ പ്രതികൂല സാഹചര്യം വരുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് സ്പോർ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സ്പോർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. പ്രതികൂല സാഹചര്യം എങ്ങനെയാണ് വരുന്നത്? നനഞ്ഞിരിക്കുന്ന കാഷ്ടം ഉണങ്ങുമ്പോഴാണ് ഈ ഫംഗസ് സ്പോർ രൂപം പ്രാപിക്കുന്നത്. സ്പോർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെടിയുടെ വിത്തിനോട് ഉപമിക്കാം. ഒരു ചെടിയുടെ വിത്ത് പല രീതിയിൽ ചെടിയിൽ നിന്ന് പ്രജനനം നടത്തുമല്ലോ. പക്ഷികളിലൂടെ ഇത്തിക്കണ്ണിയും കാറ്റിലൂടെ അപ്പൂപ്പൻ താടിയും അവയുടെ വംശം വർദ്ധിപ്പിക്കുന്നത് പോലെ ഇവിടെ സംഭവിക്കുന്നു. പൊടിപടലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്പോറുകൾ ശ്വസിക്കുന്ന വായുവിലൂടെയാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കടക്കുന്നത്. ശ്വാസകോശം അഥവാ ലങ്സിൽ വെച്ച് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന പോലെ സ്പോഴ്സ് ആകുന്ന മുട്ട വിരിഞ്ഞ് ഫംഗസ് ഡെവലപ്പ് ആകുന്നു. സാധാരണഗതിയിൽ ഫംഗസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ പ്രവർത്തനം നടന്ന് അതിനെ ഇല്ലാതാക്കും. അതിനാൽ പലപ്പോഴും രോഗം വന്നാൽ തന്നെ ഇത് അറിയാതെ പോവുകയാണ് പതിവ്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളിലും പ്രതിരോധശക്തി കുറഞ്ഞ HIV ബാധിതർ, TB രോഗമുള്ളവർ, പലവിധ രോഗങ്ങളാൽ പ്രതിരോധശക്തി കുറഞ്ഞവരിലും ഈ ഫംഗസ് രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തി കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ രോഗം കൂടി വരുന്നത്. ഇങ്ങനെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നവർ കൂട് വൃത്തിയാക്കൽ പരിപാടി സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ് നല്ലത്. ഹിസ്റ്റോപ്ലാസ്മോസിസ് ചില സന്ദർഭങ്ങളിൽ വളരെ നിർണായകമാകാറുണ്ട്. എങ്കിലും ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് സമാധാനിക്കാനുള്ള വഴി. ഇനി ഇത് വന്നാൽ മനുഷ്യർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ഇത് അറിയാതെ അഥവാ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ പോകാമെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജീവന് തന്നെ ഭീഷണിയാകാവുന്ന രീതിയിൽ രോഗം മൂർച്ഛിക്കാറുണ്ട്. രോഗാണു നമ്മളെ ബാധിച്ച് 3 മുതൽ 17 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ മനുഷ്യരിൽ കണ്ടു തുടങ്ങാം. പനി അല്ലെങ്കിൽ ഉൾപ്പനി, ശരീരം തണുക്കുന്ന പോലെയുള്ള ഒരു തോന്നൽ, തലവേദന, പേശിനൊമ്പരം, വരണ്ട ചുമ, നെഞ്ചുവേദന, ക്ഷീണം, വളരെ ചിലരിൽ സന്ധിവേദനയും കാണാറുണ്ട്. ചില അപൂർവ ഘട്ടങ്ങളിൽ എംഫൈസിമ മൂലം കിതപ്പ് അനുഭവപ്പെടാറുണ്ട്. എന്താണ് എംഫൈസിമ? വായു അറയുടെ ഏറ്റവും ചെറിയ ഭാഗമായ എയർ സാക്ക് അഥവാ അൽവിയോളെ നശിച്ച്
അതൊരു കുറച്ച് സമയം കഴിഞ്ഞാൽ പൊട്ടി വലിയ ഒരു ഒഴിഞ്ഞ ഭാഗമാകും. അതുകൊണ്ടാണ് കിതപ്പ് അനുഭവപ്പെടുന്നത്. ക്ഷയരോഗത്തിലുള്ള പോലെ ശരീരഭാരം കുറയൽ, ചുമച്ച് രക്തം തുപ്പുക എന്നീ ലക്ഷണങ്ങളും കാണാം. വായിൽ തൊലി പോകുക, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന അവസ്ഥ, ത്വക്കിനെ അഥവാ തൊലിയുടെ ഭംഗി കുറയുക, കരളിൻ്റെ അഥവാ ലിവറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുക, അഡ്രിനൽ ഗ്ലാൻഡ് പ്രവർത്തനം കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിലേക്ക് വരെ ഇത് ചെന്നെത്താം. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? രോഗം വരാനുള്ള സാധ്യതകൾ അനുകൂലമാണെങ്കിൽ ഈ രോഗാണുവിനോട് എക്സ്പോസ് ആയതിനു ശേഷം നീർവീഴ്ച പനി അല്ലെങ്കിൽ ഫ്ലൂ പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറെ ആദ്യം കാണുക. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതൊരു കണ്ടേജിയസ് ഡിസീസ് അല്ല എന്നതാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു തവണ വന്നാൽ പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ പിന്നീട് വരുന്നതിന് ആദ്യം വന്ന പോലെയുള്ള തീവ്രത ഉണ്ടാകാറില്ല. എത്രമാത്രം സ്പോർട്സിനെ നമ്മൾ ശ്വസിച്ചു എന്നതിനെ അപേക്ഷിച്ച് രോഗത്തിൻ്റെ ശക്തിയും കൂടും. സാധാരണയായി 2 വയസ്സിന് താഴെയും 55 വയസ്സിന് മുകളിലുള്ളവരുമാണ് രോഗപ്രതിരോധ ശക്തി താരതമ്യേന കുറവായിരിക്കുമെന്ന് നമ്മൾ ഓർക്കണം. HIV അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിതർ, ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്യുന്നവർ, സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവർ, റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് മരുന്ന് കഴിക്കുന്നവർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ മുൻകരുതലോടുകൂടി മാത്രമേ കൂട് വൃത്തിയാക്കാവൂ. എന്തെല്ലാമാണ് മുൻകരുതൽ എന്ന് നോക്കാം. പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരാതിരിക്കുന്നതിന് വേണ്ടി സാധാരണ വെള്ളം സ്പ്രേ ചെയ്ത് ലോഫ്റ്റ് അല്ലെങ്കിൽ കൂട് വൃത്തിയാക്കാം. ഏതെങ്കിലും ആൻറ്റിസെപ്റ്റിക് ലോഷൻ, അതായത് ഡെറ്റോളോ സാവലോണോ സ്പ്രേ ചെയ്തും ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. വലിയ ലോഫ്റ്റ് ആണെങ്കിൽ ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഗൗണും ക്യാപ്പും ഗംബൂട്ടും ഉപയോഗിക്കാം. ഇതെല്ലാം എല്ലാ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന കടകളിലും ലഭ്യമാണ്. എങ്ങനെയാണ് രോഗം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ലങ്സിൽ നിന്ന് കിട്ടുന്ന സ്രവങ്ങൾ കൾച്ചർ ചെയ്ത് രോഗം നിർണ്ണയിക്കാം. ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, യൂറിൻ ടെസ്റ്റുകളുണ്ട്. ലങ് ടിഷ്യൂ ബയോപ്സി ചെയ്ത് കണ്ടുപിടിക്കാം. ബോൺ മാരോ ടെസ്റ്റ് ചെയ്തും ഇത് കണ്ടുപിടിക്കാം. ചികിത്സകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും നമുക്ക് നോക്കാം. മുഖ്യമായും ആൻറ്റി ഫംഗൽ മരുന്നുകളാണ് ഇതിന് കൊടുക്കുന്നത്. ക്ലോട്രൈമസോൾ, ഇക്കണോസോൾ, മൈക്കണോസോൾ, ടെർബിനഫൈൻ, ഫ്ലൂകോണസോൾ, കീറ്റകോണസോൾ, നിസ്റ്റാറ്റിൻ, ആംബോടെർസിൻ ബി എന്നിവയാണ് മരുന്നുകൾ. രോഗത്തിൻ്റെ തീവ്രതയും മരുന്നിൻ്റെ പ്രവർത്തനവും കണക്കിലെടുത്തുകൊണ്ട് 3 മാസം മുതൽ 1 കൊല്ലം വരെ ചികിത്സ നീണ്ടു നിൽക്കാം. മരുന്നിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് കൂടി പറയാം. ഫംഗസിനെ നശിപ്പിക്കുകയും ഫംഗസിൻ്റെ വളർച്ചയെ തടയുകയുമാണ് മരുന്നിൻ്റെ പ്രവർത്തനം. സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒരുവിധം പ്രതിപാദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന സെക്രട്ടറി മിസ്റ്റർ വിനോദ് ദേവി, പ്രസിഡൻറ്റ് മിസ്റ്റർ ഡാനിഷ് ജോൺ, മറ്റെല്ലാ ക്ലബ് ഭാരവാഹികളോടും ഹൃദയപൂർവ്വമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തട്ടെ. യുണൈറ്റഡ് പീജിയൻ ക്ലബിന് വേണ്ടി ഡോക്ടർ ജോൺസ് പോൾ, തൃശ്ശൂർ. താങ്ക് യു വെരി മച്ച്.